ഇന്ന് ഞാനൊരു സുഖിയനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയായി കഴുകി, ചെറുപയർ നല്ല വൃത്തിയായിട്ട് കഴുകി ഇത് ചൂടുവെള്ളം ഒഴിച്ചാണ് കഴുകിയ. ചെറുപയറിനൊരു മണമുണ്ട്, അത് പോകും. നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് ആവശ്യം വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ. സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുണ്ട് അരമുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഇത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിയാക്കണം. പിന്നെ ഒരു സ്പൂൺ ഏലക്കായ പൊടിച്ചത്. ആദ്യം നമുക്ക് ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് പാനി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പീരയ്ക്കകത്ത് കുടഞ്ഞിടാം. ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി പറ്റിക്കുക ചെയ്യണം. നമ്മുടെ ചെറുപയർ നന്നായിട്ട് തോർന്ന് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി തേങ്ങാപ്പീരെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ബോളാക്കാം. സുഖിയൻ ഉണ്ടാക്കാനുള്ള മൈദ കുറച്ച് നമുക്ക് കലക്കിയെടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ഈ മൈദയുടെ കൂട്ടിൽ നമുക്ക് ലൈറ്റ് മധുരം മതി. ലേശം കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം ഒഴിക്കാം. സുഖിനുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ പയർ നമ്മൾ ബോളാക്കി വെച്ചു. നമുക്ക് സുഖിയൻ ഉണ്ടാക്കാം. ഇതുണ്ട് ഇട്ട് തുടങ്ങി. മുങ്ങിക്കിടക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ വന്നാൽ വില കൂടുതലാണ്, ഒരുപാട് വേസ്റ്റായി പോകും. നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ലൈറ്റ് ചായ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.